ഓവർനൈറ്റിലാണ് പല മികച്ചതെന്ന് നമ്മൾ കരുതുന്ന പല സെക്ടറുകളോ പല കമ്പനികളോ ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് താഴെ പോവാണ്. പിന്നെ അതിന്റെ ആ പഴയ പ്രീമിയത്തിലേക്ക് അത് വരാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പം ഈ ലോങ് ടേം നിക്ഷേപം എന്ന് പറയുന്നത് അതിശക്തമായ കമ്പനികളിലേക്ക് മാത്രം കൺസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ ഇന്ത്യൻ മാർക്കറ്റ്? എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ മിഡ് ക്യാപ്പ് സെക്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ട് ഐ ക്യാൻ സി എ ലോട്ട് ഓഫ് സ്റ്റോക്സ് വിച്ച് ആർ അട്രാക്ടിങ് ബൈയിങ് ഇൻട്രസ്റ്റ്. ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞു. വൺ വാസ് പിഡിലൈറ്റ് ഇൻഡസ്ട്രി, സെക്കൻഡ് വാസ് ജൂബിലന്റ് ഫുഡ് വർക്ക്സ്. അതേസമയം 2 ദിവസം മുൻപ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് ആയിരുന്നു ഒലക്ട്ര. ഒലക്ട്ര ഇസ് ഇൻ ടു ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഇലക്ട്രിക് ബസ്സസ്. ഒലക്ട്രയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ വെറും 380 രൂപയായിരുന്നു. അവിടെ നിന്നും ഇറ്റ് ഈസ് സ്പേർട്ടഡ് ഓൾ ദ വേ ടു 720 റുപ്പീസ്. ആൻഡ് അതിനുശേഷം നമ്മൾ അതിലൊരു കൺസോൾട്ടേഷൻ, ഒരു കറക്ഷൻ കണ്ടുവരുന്നുണ്ട്. സോ ഒലക്ട്ര ഐ തിങ്ക് ഇസ് ഡെഫിനറ്റ്ലി വർത്ത് സ്റ്റഡിങ്. വേറൊരു സ്റ്റോക്ക് ഇന്നലെ നമ്മൾ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ബിഗ് കറക്ഷൻ കണ്ടത് വാസ് എസ്കോട്ട്സ്. സോ എസ്കോട്ട്സിന്റെ കേസിൽ 2320 രൂപയായിരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ. അവിടെ നിന്ന് ഇറ്റ് ഹസ് ഫാളൻ ഓൾ ദ വേ ടു അറൌണ്ട് 1800 റുപ്പീസ്. ആൻഡ് ഇന്നലെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ അതിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് അഗെയിൻ വി ഹാവ് സീൻ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ട് ഈവൻ ഇൻ ദ മിഡ് ക്യാപ് സ്പേസ് ദർസ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഹാപ്പനിങ്. ഇപ്പൊ ബാങ്കിങ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് സെല്ലിംഗ് ഹാപ്പനിങ്. ബട്ട് ഈ സെല്ലിങ്ങിന്റെ ഒക്കെ ഇടയ്ക്ക് one Kerala-based bank which has been undergoing a lot of consolidation and accumulation is a Federal Bank. So Federal Bank around 125 രൂപയ്ക്ക് ഇടയ്ക്കായിരുന്നു അതിന്റെ കൺസോൾട്ടേഷൻ. And I think Federal Bank in particular is set for a breakout. അതിന് ആ സ്റ്റോക്കിന് ഇന്നൊരു 135 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ I think we are going to see a sharp recovery in Federal Bank. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം ഈ പറഞ്ഞതിൽ ഒലക്ട്രയുടെ മാനേജ്മെന്റിനെ കുറിച്ചൊരു നമുക്കൊരു ടൈം ടെസ്റ്റഡ് മാനേജ്മെന്റ് ആണോ അതോ ഒരു ന്യൂജൻ സ്വഭാവമാണോ, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? See, Olectra is a bet on a completely new technology. അവർക്ക് നമ്മുടെ അശോക് ലേലൻഡ് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഐഷർ മോട്ടോഴ്സ് പോലെ ഒരു ബ്രാൻഡ് റെക്കഗ്നിഷനോ അതുപോലെ ഒരു സെയിൽസ് നെറ്റ്വർക്കോ ഒന്നും തന്നെ നിലവിലില്ല. But they are into a very, very niche space, which is they are into electric vehicles. Electric buses അവരുടെ ഒരു niche area. സോ അതിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തു വന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടർ അങ്ങനത്തെ ചില സ്റ്റോക്സ് ആർ ദ ന്യൂ ജനറേഷൻ സ്റ്റോക്സ് വിച്ച് ക്യാൻ ഹാവ് high potential in the coming days.